2019 ലോക്സഭാ ഇലക്ഷന് ഒരു വർഷം മുൻപേ, അതായത് 2018 മെയ് മാസം ഡൽഹി കത്തോലിക്ക ആർച്ച് ബിഷപ്പ് അനിൽ ഖോട്ടോ ഡൽഹിയിലെ എല്ലാ വൈദികർക്കും അയച്ചൊരു കത്തുണ്ട്. ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് നേരെ ഭീഷണിയായി നിൽക്കുന്ന കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറാൻ ഒരു വർഷം നീളുന്ന പ്രാർത്ഥനാ ക്യാമ്പയിൻ ആരംഭിക്കുക. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. BJPയുടെ ഭരണം ഒരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് എന്നൊരു അമിത അവിശ്വാസം അന്ന് ഇന്ത്യയിലെ സഭകൾക്കുണ്ടായിരുന്നു. 2018 ഗ്ലോബൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചതിൽ പ്രതിഷേധമറിയിച്ച് പ്രസ്താവന ഇറക്കി. ഒരു ഹിന്ദുത്വവാദിയെ 87% ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് നിയമിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. BJP അനങ്ങിയില്ല. കുമ്മനം ഗവർണറായി അവിടെ തന്നെ തുടർന്നു. ഗുജറാത്തിലേക്ക് ഇലക്ഷൻ എടുത്തപ്പോൾ ഗുജറാത്ത് ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് തോമസ് സമാനമായ പ്രാർത്ഥനാ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരുന്നു. അവിടെയും BJP ജയിച്ചു കയറി. ഇതിലും വലുതായിരുന്നു ഗോവയിൽ നടന്നത്. 26% ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു എന്ന പേരിൽ സഭ മനോഹർ പരീക്കറിനെ വിരട്ടാൻ ശ്രമിച്ചു. പരീക്കർ അത് മൈൻഡ് പോലും ചെയ്തില്ല. പരീക്കർ ഭരണത്തിൽ സഭകൾക്ക് കൂടുതൽ സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ലഭിച്ചിട്ടും അവർക്കെതിരെ BJPയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരുന്നിട്ടും ഗോവയിൽ സഭ BJPക്കെതിരെ തിരിഞ്ഞു. പക്ഷേ BJP അതിന് വിലവെച്ചില്ല. ക്രൈസ്തവർ മിണ്ടിയതുമില്ല. ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും സഭയുടെ എതിർപ്പ് വകവയ്ക്കാതെ ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്തു. ഗോവ കഴിഞ്ഞ 14 വർഷമായി BJP ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിരുന്നു BJPയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ക്രൈസ്തവ സഭകൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന നോർത്ത് ഈസ്റ്റിൽ മോദിയും RSSും വനവാസി കല്യാൺ ആശ്രമവുമൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തു തുടങ്ങി. അവിടെയും സഭകളുടെ അഭിപ്രായങ്ങൾക്ക് മേലെ തദ്ദേശ പാർട്ടികൾ BJPയോടൊപ്പം സഖ്യത്തിൽ ചേർന്നു. മണിപ്പൂർ, അരുണാചൽ പ്രദേശ് പോലെയുള്ള ക്രിസ്ത്യൻ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. ഇന്ന് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവിടെയെല്ലാം തന്നെയും BJP സഭകളെ പ്രീണിപ്പിച്ചല്ല ഭരണം നേടിയത്. അവരുടെ എതിർപ്പിനെ ഒരു ഇന്ധനമായി കണ്ടാണ് BJP വളർന്നത്. ഇന്ന് സഭകൾക്ക് ഇവിടെയൊന്നും BJPയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നുമില്ല. കാരണം ക്രൈസ്തവ വിഭാഗം ജനങ്ങൾക്ക് BJPയെയാണ് സഭകളേക്കാൾ വിശ്വാസം. ഇന്ത്യയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ പ്രകോപനമില്ലാതെ BJPക്കെതിരെ തുടർന്നിട്ടും മോദിയും അമിത്ഷായും വീണ്ടും നിങ്ങളെ കാണുന്നത് ആശങ്കകൾ പരിഹരിക്കുന്നത് അവരുടെ ദൗർബല്യമല്ല, നിങ്ങൾക്കതൊരു അവസരം നൽകലാണ്. മുനമ്പം വിഷയം വന്നപ്പോഴും ലവ് ജിഹാദ് വിഷയം ഉയരുമ്പോഴും അതിന് ക്രൈസ്തവരുടെ കൂടെ നിന്നത് BJPയാണ്. ഈ വസ്തുത കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നന്നായി അറിയാം. സാധാരണക്കാരായ ക്രിസ്ത്യാനികൾക്ക് അത് ബോധ്യമാകുന്നുണ്ട്. അവർ BJPക്ക് പിന്തുണ നൽകുന്നുമുണ്ട്. നാളെ സഭകൾക്കുപരി ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്തു തുടങ്ങുന്ന കാഴ്ച കൺമുൻപിൽ നിങ്ങൾ തന്നെ കാണേണ്ടി വരും. കാശ്മീരും നോർത്ത് ഈസ്റ്റ് വിഘടനവാദവും ഒക്കെ ക്ലീനാക്കിയ ഒരു പാർട്ടിക്ക് രാജ്യരക്ഷയ്ക്ക് എന്ത് നിയമം വേണമെന്നതിൽ സഭയുടെ ക്ലാസ് വേണ്ടിവരുമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ആസ്ഥാനത്താണ്. നടപ്പാക്കാനുള്ള ബില്ലുകളെല്ലാം തന്നെയും നടപ്പിലാക്കും. അനൂപ് ആന്റണിയിലൂടെയും ഷോൺ ജോർജിലൂടെയും ജോർജ് കുര്യനിലൂടെയും കേന്ദ്രത്തിലേക്ക് ബന്ധപ്പെടാനുള്ള വലിയ ഒരു പാലത്തിനെയാണ് സഭകൾ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് കളഞ്ഞുകുളിച്ചത്. BJP ഒരിക്കലും ആരുടെയും കൽപ്പനകൾക്ക് വിധേയമായി നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ഖോട്ടോയുടെ കത്ത് പുറത്തു വന്നപ്പോൾ BJP ഒറ്റക്കാര്യം മാത്രമേ ഇത്തരക്കാരോട് പറഞ്ഞിട്ടുള്ളൂ: എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ.